നമ്മളിപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഭാഗ്യങ്ങളാണ്. അത് ഫെങ്ഷുയിൽ പ്രധാനമായിട്ടും 3 ലെക്കുകളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്കിന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലെക്ക്. ഒരു വ്യക്തിക്ക് എർത്ത് ലെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലെക്കാണ് ഫെങ്ഷുയിൽ എർത്ത് ലെക്ക് എന്ന് പറയുന്നത്. അപ്പം അതൊരു 30% നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എർത്ത് ലെക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫെങ്ഷു പ്രകാരം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് കാരണം നമ്മുടെ കയ്യിലാണ്. കാരണം നമ്മളുടെ വീട് ഏത് രീതിയിലായിരിക്കണം, അതിനെവിടെ വാതിൽ വേണം, എന്തൊക്കെ വാസ്തു നിയമങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഫെങ്ഷു നിയമങ്ങൾ എന്തൊക്കെ നോക്കണം എന്നെല്ലാം നോക്കി ആ എർത്തിലേക്ക് ഒരു 30% നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ നമുക്ക് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഹെവൻ ലെക്കാണ്. ഹെവൻ ലെക്ക് ഓരോരുത്തർക്കും ഒരു 40% ഉണ്ടെന്നാണ് പറയുന്നത്. ചില മാസ്റ്റേഴ്സ് ഈ ഒരു പെർസെൻറ്റേജിൽ ചില വേരിയേഷൻ പറയുന്നുണ്ട്, ചില 25-35 കണക്കുകൾ പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും നമുക്കിങ്ങനെ 2-3 രീതിയിൽ ഇതിനെ തിരിക്കാം. അപ്പോഴത്തേക്ക് ഒരു ഹെവനിലേക്ക് ഒരു 40% പറയുന്നുണ്ട്. ഹെവനിലേക്ക് ഒരു 40%. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്മനാ കിട്ടുന്നതാണ്. അതൊന്നും നമ്മളുടെ കയ്യിലല്ല. നമ്മൾ ഓരോരുത്തരും ജനിക്കും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഇന്ന ടൈമിൽ ജനിച്ചവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഹെവനിലേക്കാണ്. അത് പലർക്കും പല ഇതിലായിരിക്കും. ചിലർക്ക് നല്ല ഭാഗ്യമായിരിക്കും, ചിലർക്ക് അതൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അതെന്തായാലും അത് നമ്മളുടെ ഇത് വിധിയുമായി അല്ലെങ്കിൽ നമ്മുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഈ 30% നേടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് മാനിലേക്കാണ്. അതായത് ഓരോ വ്യക്തിയുടെയും ചിന്ത, അതിൻ്റെ പ്രവർത്തികൾ, ആ പോസിറ്റീവ് മൈൻഡ്, അതൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു 30% അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ 30%വും ഈ 30% കൂടെ ആകുമ്പോൾ നമുക്ക് എത്ര ശതമാനമായി? 60%. അപ്പോൾ ജന്മനാ തന്നെ നമുക്ക് വലിയ ഭാഗ്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഫെങ്ഷുയും കറക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാൻ ലെക്കും കൂടെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60%, അതായത് സുഖമായി ജീവിക്കാനായിട്ട് ഈ ഫെങ്ഷു മുഖേനയും നമ്മുടെ വ്യക്തിയുടെ ഓരോ വ്യക്തിയുടെയും പോസിറ്റീവ് മൈൻഡ് മുഖേനയും അവരുടെ പ്രവർത്തനങ്ങൾ മുഖേനയും ചെയ്യാൻ പറ്റുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു 3 തരത്തിലുള്ള ലെക്കുകളെ പറ്റി ഫെങ്ഷുയിൽ പറയുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണുള്ളത്. അപ്പോൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിക്കുകളുടെ പ്രോസ്പെരിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. 2 രീതിയിലാണ് നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, 8 ദിക്കുകളിൽ 4 ദിക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവും 4 ദിക്ക് ദോഷവുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യ ദിക്കുകളെ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. 2 പറയുന്നത്, നമ്മുടെ ഓരോ വീടിൻ്റെയും ഫ്ലൈയിങ് സ്റ്റാർ എടുത്തുകൊണ്ട് ആ ദിക്കിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്, ആ നക്ഷത്രങ്ങൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു രീതി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫെങ്ഷു കൺസൾട്ടനെ കാണിക്കുക, നമ്മുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുക, അതിൽ നമ്മളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യുക. അടുത്തത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മുടെ കുവാ നമ്പർ എടുക്കുക, കുവാ നമ്പറിൻ്റെ ഭാഗ്യ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അത് നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവോ അല്ലോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് ഏത് രീതി നമുക്ക് ക്യൂർ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യാം. അടുത്ത 3ാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സിംബോളിക്കായിട്ട് ഇപ്പം നമുക്ക് ലാഫിംഗ് ബുദ്ധ, 3 ലെഗ്ഡ് ഫ്രോഗ്, ലക്കി ബാമ്പു, 6 റോഡ് വിൻ ചെയ്യും, അരോന ഫിഷ്, വിക്ടറി ഹോഴ്സ്, അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലെക്ക് കൂട്ടാവുന്നതാണ്. ഇനി ചില ടൂളുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഡ്രാഗൻ്റെ ഹെഡും ടോർട്ടോയ്സിൻ്റെ ബോഡിയുമുള്ള ഒരു ഇതാണ്. ഡ്രാഗൺ ടർട്ടിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു റൂയി, ഇത് റൂയി എന്ന് പറയുന്ന സ്റ്റാച്ചു ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ വർഷം, അതായത് 2024 എല്ലാ വീടിൻ്റെയും ഈസ്റ്റ് ഭാഗത്ത് ഇതിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഈ 2 ടൂളുകൾ നമ്മളെ സഹായിക്കുന്നതാണ്, ഡ്രാഗൺ ടർട്ടിലും റൂയിയും. അടുത്തത് കപ്പിൾസ് തങ്ങളുടെ ഐക്യത്തിന്, അവരുടെ പിണക്കങ്ങളും മറ്റുള്ള ഒക്കെ മാറാനും അവർ തങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാവാനും വേണ്ടി അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് മണ്ടേരിയൻ എക്സ് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെഡ്റൂമിൻ്റെ വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ചിൽഡ്രൻസ് ബുദ്ധി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് ഫെങ്ഷുയിൽ സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഫെങ്ഷുയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ്. ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാനാണെങ്കിൽ
ആണെങ്കിൽ അതിൻ്റെ 4 ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ്. ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ്. അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 3 legged ഫ്രോഗ് ആണ്. ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത്. അതുപോലെ 4 ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഫെങ്ഷുയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിറർ, അതോടൊപ്പം തന്നെ ഡബിൾ 8 സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന. അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ്, ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട്. ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ ഉപയോഗിക്കുന്ന 6 റോഡ് വിൻഡ് ചെയിൻസും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെങ്ഷു കിറ്റാണ് ഇത്. ഇത് ഒരു വെൽത്ത് ബേസ് ആണ്. ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 3 legged ഫ്രോഗ് ഉണ്ട്. അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വെക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ, ഗോൾഡ് ഉണ്ട്, അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട്. അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട്. ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് ബേസ് ആണ് ഇത്. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം. അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട്, ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ്. ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ്, പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെങ്ഷുയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ്. അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപതിക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അതിൻ്റെ യഥാവിധി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപതിക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, ഇപ്പോൾ 10 കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ 50 കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗതിയുമില്ല, വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്, വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടിനെ മാറ്റാനായിട്ട് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷുയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇത് അമറ്റിസ്റ്റിൻ്റെ സ്റ്റോൺ ആണ്. ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട്. ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. സിട്രിൻ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡ് ആണ്. ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫങ്ഷണലി ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടൈഗർ ഐ, നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലാപ്പീസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ആണ്. തോട്ട് ചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്.
ഇത് നമുക്ക് കരിങ്ങാലി മാല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലി മാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓം മണി പത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിനകത്ത് മൾട്ടി കളറാണ്. അപ്പോൾ ഇത് 7 ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ 7 ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ 7 ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രീൻ ജേഡ് എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കാമെന്നിട്ട് പറയുന്നത്. അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതിൽ 1-2 ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഒത്തിരി സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സിട്രിൻ്റെ സ്റ്റോൺ ആണ്, സിട്രിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട്. ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൻ്റെ പെൻസിലുണ്ട്, ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം. ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത്, ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടും നമ്മളെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നല്ലതാണ്. ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലിൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻ ഇതെല്ലാം റിലീഫ് ആവും. നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം. ഇത് ഇത്തിരി വലിയ സൈസാണ്, അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.